ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. നമ്മൾ എല്ലാവർക്കും ഓരോരോ റുട്ടീൻസ് ഉണ്ടായിരുന്നു അല്ലെ, മാസത്തിലൊരിക്കൽ പോയി ഒരു ക്ലീനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുക, അങ്ങനത്തെ ഒരു റൂട്ടീൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പാർലേഴ്സ് ഒന്നും തുറന്നിരിപ്പില്ല, അതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻസും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് മെസ്സേജസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലീനപ്പ് ഒന്ന് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് നല്ലൊരു ക്ലീനപ്പ് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെറും 3 സ്റ്റെപ്പുള്ള ഒരു സിമ്പിൾ ക്ലീനപ്പ് ആണ്. ഈ ഒരു എക്സ്ഫോലിയേഷൻ റൂട്ടീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു വിസിബിളി ക്ലിയർ ആൻഡ് ബ്രൈറ്റ് സ്കിൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലീനപ്പിന്റെ പ്രൊസീജിയറിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലമ്മിന്റെ ഗ്രീൻ ടീ റേഞ്ച് ആണ്. അതിലൊരു സ്ക്രബ് ഉണ്ടാകും, ഒരു മാസ്ക് ഉണ്ടാകും, പിന്നീട് ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ടാകും. പ്ലമ്മിന്റെ ഗ്രീൻ ടീ റേഞ്ച് എല്ലാം തന്നെ കൂടുതലും സൂട്ടബിൾ ആയിട്ടുള്ളത് ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, പിന്നീട് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അധികം സമയം കളയേണ്ട, ഈ ഒരു ക്ലീനപ്പിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം. എപ്പോഴും സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലം ഗ്രീൻ ടീ ജെന്റിൽ റിവൈവിംഗ് ഫേസ് സ്ക്രബ് ആണ്. ഇതൊരു സൾഫേറ്റ് ഫ്രീ ആൻഡ് വാട്ടർ ബേസ്ഡ് ഫേസ് സ്ക്രബ് ആണ്. ജെന്റിൽ സെല്ലുലോസ് ബീഡ്സ് അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ സ്കിന്നിന് ഇത് നല്ല രീതിക്ക് എക്സ്ഫോലിയേറ്റ് ചെയ്യും. അപ്പോൾ നല്ലൊരു എക്സ്ഫോലിയേഷൻ കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആകുന്നു. ഒത്തിരി ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യാതെ വളരെ മൈൽഡ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. ഒരു 3 to 5 മിനിറ്റ്സോളം വളരെ മൈൽഡ് ആയിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഡിഫറൻസ് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഫീൽ ചെയ്യാൻ കഴിയും. സ്ക്രബിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ എല്ലാം തന്നെ അത് ക്ലിയർ ചെയ്യും. നമ്മുടെ പോസിന്റെ അകമെല്ലാം സ്പിക്ക് ആൻഡ് സ്പാൻ ആക്കും. ഒരു ഡേർട്ടോ ഓയിലോ ഒന്നും കാണില്ല. സെക്കൻഡ് സ്റ്റെപ്പ് ഫേസ് മാസ്ക്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലം ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക് ആണ്. പ്ലം ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്കിന്റെ ടെക്സ്ചർ വളരെ ക്രീമി ആൻഡ് സ്മൂത്ത് ആണ്. സമ്മർ ടൈമിലാണ് നമ്മുടെ ഫേസിൽ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. നാച്ചുറൽ ക്ലേസ് ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിൽസിനെ എല്ലാം ഇത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. പ്ലം ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ ആക്നെ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. പിന്നീട് ഒരു ജെന്റിൽ എക്സ്ഫോലിയേഷനും നൽകുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. ഒരു കാരണവശാലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസിംഗിനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലം ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ്, ഫ്രേഗ്രൻസ് ഫ്രീ ആൻഡ് നോൺ കൊമറ്റോജനിക് ഫേസ് മോയ്സ്ചറൈസർ ആണ്. സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് ഹൈഡ്രേഷൻ കൊടുക്കും, ഒരു ഫ്രഷ് മാറ്റ് ഫിനിഷ് സ്കിന്നിന് നൽകും. ഡൾനെസ്, ആക്നെ ഇഷ്യൂസ്, എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ് പ്ലം ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഗ്രീൻ ടീ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നൽകിയതിന് ശേഷം ആക്നെ ഇഷ്യൂസിനെല്ലാം ഗുഡ് ബൈ അടിക്കുന്നു. നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് ഡിസേർവിംഗ് ആയിട്ടുള്ള റേഡിയൻസ് കൊടുക്കുന്നു. ഹൈലറോണിക് ആസിഡ് ഇൻസ്റ്റന്റ് പ്ലം ആൻഡ് മോയ്സ്ചർ നൽകുന്നു. സ്ക്വാലിൻ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. സീബം പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. സ്കിന്നിനെ ഒത്തിരിയും നേരം മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നു. കക്കഡു പ്ലം ഇൻക്രീസസ് ഹൈഡ്രേഷൻ ആൻഡ് കൊളാജൻ പ്രൊട്ടക്ഷൻ. വിലോ ബാർക്ക് എക്സ്ട്രാക്ട്സ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം ഇറിറ്റേറ്റഡ് സ്കിന്നിനെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ സിമ്പിൾ 3 സ്റ്റെപ്പ് ക്ലീനപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് പ്ലം ഗുഡ്നസ് ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. ഈ കാണിച്ചിരുന്ന പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നീട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ അഡീഷണൽ 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് ഈ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.